തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പോലീസ് ഇന്ന് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തും. ആദ്യയുടെ സാന്നിധ്യത്തിൽ കുട്ടികളെ മറവു ചെയ്ത സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് വീണ്ടും പരിശോധിക്കും. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളായ അനീഷയുടെയും ഭവിന്റെയും ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക. ലെവിൻ കെ വിജയനുണ്ട് വിവരങ്ങളുമായി. ലെവിൻ, ഇന്നലെ തെളിവെടുപ്പ് പൂർത്തിയായി. ഇരുവരെയും കൊണ്ടുപോയായിരുന്നു തെളിവെടുപ്പ് പൂർത്തിയാക്കിയത് അന്വേഷണ സംഘം. ഇന്ന് എന്തൊക്കെയാണ് നടക്കുക? വിശദാംശങ്ങൾ. അഖില, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നാണ് പ്രധാനപ്പെട്ട തെളിവെടുപ്പിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ നടക്കുക. ഇന്നലെ രണ്ട് പ്രതികളെയും അവരവരുടെ വീടുകളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇന്ന് ഈ കുട്ടികളുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്ത രണ്ട് സ്ഥലങ്ങളിലായി വെള്ളിക്കുളങ്ങര നൂലുവള്ളിയിലെ അനീഷയുടെ വീട്ടിലും ആമ്പല്ലൂർ നെന്മണിക്കരയിലെ ഭവിന്റെ വീട്ടിലുമാണ് പരിശോധനകൾ നടക്കുക. ഈ വെള്ളിക്കുളങ്ങരയിലെ അനീഷയുടെ വീടിന്റെ പുരയിടത്തിൽ തന്നെ കുഴിയെടുത്താണ് ആദ്യ കുഞ്ഞിനെ ഈ യുവതി മറവ് ചെയ്തത്. അവിടെ നിലം കുഴിച്ച് കുഴി തോണ്ടിക്കൊണ്ടുള്ള ശാസ്ത്രീയ ഫോറൻസിക് പരിശോധനകളായിരിക്കും നടത്തുക. ആർഡിഒയുടെ സാന്നിധ്യത്തിലായിരിക്കും ഈ പരിശോധനകൾ നടക്കുക. അതിന്റെ നടപടിക്രമങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആർഡിഒയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ സമാനമായ രീതിയിൽ ഭവിന്റെ വീടിന് പുറകിലെ നെന്മണിക്കരയിലെ വീടിന് പുറകിലെ തോട്ടിലും സമാനമായ രീതിയിൽ കുഴിയെടുത്തുള്ള പരിശോധനകളാണ് നടത്തുക. പക്ഷെ കാര്യമായി ഏതെങ്കിലും തരത്തിലുള്ള ഫോറൻസിക് തെളിവുകൾ ഇവിടെ നിന്ന് ലഭിക്കുമോ എന്നുള്ളത് ഒരു നേരിയ സംശയം പോലീസിനുണ്ട്. കാരണം മൃതദേഹങ്ങൾ അഴുകി ജീർണിച്ച് അസ്ഥികളായി മാറിയതിനു ശേഷമാണ് ഇവർ ഈ കുഴി തുറന്നതും പിന്നീട് അസ്ഥികൾ ഇവിടെ നിന്ന് മാറ്റിയതുമെല്ലാം. അതുകൊണ്ട് തന്നെ പരിശോധന നടപടിക്രമങ്ങളുടെ ഭാഗമായി അത്തരം പരിശോധനകൾ നടക്കും. ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി ഈ DNA സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി ഈ അസ്ഥി കഷ്ണങ്ങൾ മറ്റും ഇന്ന് ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് കൈമാറും. അങ്ങനെ നടപടിക്രമങ്ങളുടെ കുറേ അധികം കാര്യങ്ങൾ കൂടി ഇന്നുണ്ട്. മറ്റൊന്ന്, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതിന് മുന്നോടിയായി ഉന്നത ഉദ്യോഗസ്ഥരുടെ തന്നെ നേതൃത്വത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ നടക്കും. അതോടൊപ്പം തന്നെ പ്രതികൾക്ക് മറ്റാരുടെയെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം നിലനിൽക്കുന്നു. പ്രധാനമായും ഈ കുട്ടിയുടെ അമ്മ, അതായത് യുവതി അനീഷയുടെ അമ്മ അറിയാതെ ഇത്തരത്തിലൊരു കാര്യം വീട്ടിൽ മകൾ പ്രസവിക്കുക, അതിനെ കൊലപ്പെടുത്തുക, പിന്നീട് മറവ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിന് മുന്നോടിയായി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപവാസിയായ ഗിരിജ എന്ന സ്ത്രീ അനീഷ 2021 വീടിന് സമീപം കുഴിയെടുത്ത് ഒരു വസ്തു മറവ് ചെയ്യുന്നതായി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അവരെ ഇന്നലെ തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇക്കാര്യങ്ങൾ വിശദമായി ചോദിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരു കുടുംബങ്ങളും, ഈ ഗിരിജ എന്ന് പറയുന്ന അയൽവാസിയായ സ്ത്രീയുടെ കുടുംബവും അതോടൊപ്പം തന്നെ ഈ അറസ്റ്റിലായിട്ടുള്ള പ്രതി അനീഷയുടെ കുടുംബവും ഇക്കാര്യത്തെ ചൊല്ലി വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ അത് കേസിലേക്ക് എത്തുന്ന അവസ്ഥയും ഉണ്ടായി. അന്ന് ഈ യുവതി ഈ വീട്ടുമുറ്റത്ത് കുഴിയെടുത്ത് കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്യുമ്പോൾ ഈ ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ അത് കണ്ടിരുന്നു എന്നുള്ള നിലയിൽ ഉള്ള പ്രചാരണമുണ്ടായിരുന്നു. പക്ഷേ തങ്ങൾക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നു, മകളുടെ ഭാവി വെച്ച് കളിക്കുന്നു എന്നുള്ള നിലയിൽ ഇവർ പരാതിപ്പെടുകയും അന്ന് ആ പരാതി പോലീസ് അതൊരു സമവായ ചർച്ചയിലൂടെ പരിഹരിച്ചു വിടുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് ഗിരിജ പറഞ്ഞ കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ടതാണെന്ന് വ്യക്തമായതോടുകൂടി ഇന്നലെ രാത്രി തന്നെ ഗിരിജയെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘാംഗങ്ങൾ ചോദ്യം ചെയ്യുകയും അവരുടെ മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ സാങ്കേതികമായിട്ടുള്ള ഒട്ടേറെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനുണ്ട്. അതുമാത്രമല്ല, ഈ ഭവിന് ചില സുഹൃത്തുക്കളോടുകൂടി ഇത്തരം കൊലപാതകത്തിന്റെ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നതായി, ഈ അസ്ഥികൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിന്റെ അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നതായി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അവരെ കൂടി ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി അന്വേഷണ സംഘം ചോദ്യം ചെയ്യും, മൊഴിയെടുക്കും. അത്തരം കാര്യങ്ങൾ കൂടിയാണ് ഇന്ന് പ്രധാനമായി നടക്കാനുള്ളത്. ഏതായാലും ഈ ഒരു 3 വർഷത്തിനിടയിൽ 2 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ മാതാപിതാക്കളായ ഈ ചെറുപ്പക്കാരായ അതിക്രൂരമായ കുറ്റകൃത്യം ചെയ്ത പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന നടപടികൾ കൂടി ഉണ്ടാകും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ നടപടികൾ പൂർത്തിയാക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കുക. അതിന് മുന്നോടിയായി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു കാര്യം മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പ്രഥമ ദൃഷ്ടി അത് ഒന്നാമത്തെ തെളിവാണ് മൃതദേഹം. പക്ഷേ അത് ഇല്ലാത്ത സാഹചര്യത്തിൽ ശാസ്ത്രീയമായ പരിശോധനകളിലും ഫോറൻസിക് തെളിവുകളിലുമായിരിക്കും അന്വേഷണ സംഘം മുന്നോട്ട് പോകുക. അതിന്റെ ഭാഗമായി ഇന്നലെ ഇരുവരുടെയും വീട്ടിൽ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കൊലപാതകം കൃത്യം നടത്തിയത് എങ്ങനെയാണെന്നും മൃതദേഹങ്ങൾ മറവ് ചെയ്തത് എങ്ങനെയാണെന്നും അതിനുപയോഗിച്ച ആയുധങ്ങൾ ഏതൊക്കെയാണെന്നും എവിടെ വെച്ചാണ് കൊല നടത്തിയതെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് പ്രതികൾ ഇന്നലെ പോലീസിനോട് വെളിപ്പെടുത്തിയത്. പക്ഷേ ആ സ്ഥലങ്ങളിൽ ഇന്ന് വീണ്ടും ശാസ്ത്രീയ തെളിവെടുപ്പുകൾ തന്നെയായിരിക്കും ഇന്ന് നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും നാടിനെ ഞെട്ടിച്ച ഒരു
ഇരട്ട കൊലപാതകം എന്ന് തന്നെ പറയാം. രണ്ട് കാലഘട്ടങ്ങളിലാണെങ്കിൽ പോലും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കഴുത്ത് ഞെരിച്ച് അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് അമ്മ തന്നെ കൊലപ്പെടുത്തിയ ഒരു കേസിൽ പോലീസിന് അതിവേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനായിട്ടുണ്ട്. ഈ ശനിയാഴ്ച അർദ്ധരാത്രി ഞായറാഴ്ച പുലർച്ചെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പ്രതി വെളിപ്പെടുത്തുന്നത്. അതിനുശേഷം അതിവേഗമായിരുന്നു പോലീസ് നടപടിക്രമങ്ങൾ നടത്തിയതും പ്രതികളെ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയതും തെളിവെടുപ്പ് നടത്തിയതും. അഖില.